കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ ക്ലാസ്സിൽ പോകുന്നത്. പനിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ ലേറ്റായി. പിന്നെ ഓടിച്ചാടി നേരെ ചെന്ന് കറങ്ങിപ്പോകണ്ടല്ലോ എന്ന് കരുതി സ്റ്റെപ്പ് കയറി നേരെ ഹൈവേക്ക്. അവിടെ നിന്ന് നേരെ ഹരിപ്പാട്. ഓൺ ടൈം നോ സീ എന്ന് പറയുന്ന പോലെ കുറച്ച് ദിവസത്തിന് ശേഷം കണ്ടുകൊണ്ട് അവൾക്ക് എന്നോട് ഒരു വർഷത്തെ കാര്യം പറയാനുണ്ട്. അവളുടെ കാര്യം പറച്ചിലെന്ന് തുടങ്ങി അവള് വീട്ടിലാൻഡും അങ്ങനെ പാട്ടും തുടങ്ങി. അവളുടെ പാട്ടെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ബസ്സും പിന്നെ കിട്ടിയ ബസ്സിന് ഞങ്ങൾ നേരെ കയറി. കാണാതെ അവളുടെ വീഡിയോസ് എടുക്കാൻ കുറച്ച് രസമാണ്. പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടേതായ കാര്യം പറച്ചില്ല. അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. എത്ര വൃത്തിക്ക് കെട്ടിക്കൊണ്ടു വന്നതിൻ്റെ മുടിയ വെറും ചവറ് പോലായി. അതിൻ്റെ ഇടയ്ക്ക് അവൾ അപ്പുറത്ത് നിന്ന് എന്തൊക്കെയോ കോഷ്ടികൾ കാണിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗ്രാമർ ക്ലാസ്സും കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിന്. അപ്പോൾ അവിടെ വെളിയിലോട്ട് നോക്കി കുറച്ച് നേരം നിന്നു. അപ്പോഴാണ് ഉച്ചയ്ക്ക് 1 മണി വരെ ക്ലാസ് ഉള്ളത് അനൗൺസ്മെന്റ് വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, കറക്റ്റ് 1 മണിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. നേരെ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോഴോ അറച്ച ആള് അറ്റത്ത് ഇത്തിരി സീറ്റുള്ളതുകൊണ്ട് അവൾ അവിടെ പോയിരുന്നു. പിന്നെ ബസ് സ്റ്റാൻഡ് എത്തിയപ്പോൾ ബസ് കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടിരുന്നുണ്ട്. ചുറ്റും കുറച്ച് നേരം വീഡിയോ എടുത്തോണ്ട്. ബസ് വിട്ട് കഴിഞ്ഞാൽ ഫോട്ടോസ് എടുപ്പും വീഡിയോ എടുപ്പുമാണ് ഞങ്ങളുടെ മെയിൻ ജോലി. റെയിൽവേ ക്രോസ് എത്തിയപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്റ്റക്കായി. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഹരിപ്പാട് എത്തിയപ്പോൾ 1:30. അവക്കാണെങ്കിൽ വിശക്കുന്നെന്നും പറഞ്ഞു. ഞങ്ങൾ നേരെ ഒരു സോഡാ സർവത്തും ഒരു ബന്നും ഒരു ലഡു കുഞ്ഞി ലഡു വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു. 2:30 ബസ്. 2:30 കഴിഞ്ഞപ്പോഴാണ് ബസ് വന്നത്. അപ്പം നേരെ ബസ്സിന് കയറി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. ഇന്ന് ഇത്രയോളം. ബൈ.